വെൽക്കം ടു ECPSC സ്റ്റഡീസ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ പാർക്കുകളും വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് കടക്കാം. ആസാമിലുള്ള രണ്ട് ദേശീയ പാർക്കുകളാണ് കാശിരംഗ, മാനാസ്. കാശിരംഗ, മാനാസ് എന്നിവ രണ്ടും ആസാമിലാണ്. ഇനി ഹസാരിബാഗ് സങ്കേതം ബീഹാറിലാണ്. ഇന്ദിരാ പ്രിയദർശിനി സങ്കേതം ന്യൂഡൽഹി. ഗീർ ദേശീയ പാർക്ക് ഗുജറാത്ത്. മണാലി സങ്കേതം ഹിമാചൽ പ്രദേശ്. ഡച്ചിങ്ഹാം ദേശീയ പാർക്കും കാരക്കോറം സങ്കേതവും ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അപ്പോൾ കാരക്കോറം പർവ്വതനിരകളെ കുറിച്ച് ഓർത്താൽ മതി, അത് ജമ്മു കാശ്മീരിലാണ്. ഡച്ചിങ്ഹാം ദേശീയ പാർക്കും കാരക്കോറം സങ്കേതവും ജമ്മു ആൻഡ് കാശ്മീരിലാണ്. സലിം അലി ദേശീയ പാർക്ക് ഗോവയിലാണ്. സലിം അലി ബേർഡ്സ്മാൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ബേർഡ് സാങ്ച്വറിയാണ് ഗോവയിലുള്ളത്. ഇനി അടുത്തത് രംഗനാഥിട്ടു ദേശീയ പാർക്കും കുദ്രേമുഖ് ദേശീയ പാർക്കും കർണാടകയിലാണ്. ഇവ രണ്ടും കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പാർക്കുകളാണ്. കേരളത്തിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ദേശീയ പാർക്കുകളാണ് സൈലന്റ് വാലി ദേശീയ പാർക്കും ഇരവിക്കുളം ദേശീയ പാർക്കും. ഉത്തർപ്രദേശിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ദേശീയ പാർക്കുകളാണ് ദുധ്വ ദേശീയ പാർക്കും നന്ദാദേവി ദേശീയ പാർക്കും. ഇനി പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ദേശീയ പാർക്കും ജൽഡൽപാറ ദേശീയ പാർക്കുമുണ്ട്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ടതും കൂടിയുണ്ട്, പെരിയാർ ദേശീയ പാർക്ക്. ഇനി മധ്യപ്രദേശിലുള്ള രണ്ട് ദേശീയ പാർക്കുകളാണ് ഇന്ദ്രാവതി ദേശീയ പാർക്കും കൻഹ ദേശീയ പാർക്കും. രതംപൂർ ദേശീയ പാർക്ക് രാജസ്ഥാൻ. ആനമലൈ സങ്കേതവും മുടുമലൈ സങ്കേതവും തമിഴ്നാട്ടിലുള്ള രണ്ട് ദേശീയ പാർക്കുകളാണ്. കോർബറ്റ് ദേശീയ പാർക്ക് ഉത്തരാഖണ്ഡിലാണ്.